ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സീനത്ത് സമീർ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ അവിടുത്തെ കാലത്തെ വിശേഷം നോക്കാം. ഇന്ന് ദോശയാണ് കേട്ടോ. ദോശ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് മാവ് അരച്ച് വെച്ച മാവ് കഴിയണ വരെ എനിക്ക് വേറൊന്നും ഉണ്ടാക്കാൻ മടിയാണ്. ദോശയും കാലത്തേന് അതിന് സാമ്പാറും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒഴിച്ച് കഴിക്കാനും ആയില്ലേ പറഞ്ഞിട്ട് ചട്നി അരച്ചില്ല, പൊടിയുണ്ട് കേട്ടോ. പൊടി എങ്ങനെ കഴിയാനായി. പിന്നെ ഉച്ചയ്ക്ക് ഇതാ ചോറുണ്ട്. നസ്മാക്ക് ടിഫിനിലാക്കി വെച്ചു. പിന്നെ നസ്മാക്ക് വന്നിട്ട് നേരത്തെ ഓട്ടോ വരും. പിന്നെ ഇന്ന് ഫ്ലവർ വറുത്താണ് കേട്ടോ. ഇതിലൊരു ചെറിയൊരു ട്രിക്ക് ഉണ്ട്, അത് കാട്ടിത്തരാമേ. കോളിഫ്ലവർ ചില്ലി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണ കാര്യമാണ്, ഇത് മസാല പുരട്ടി വെച്ചിട്ട് എണ്ണ നല്ല ചൂടായ ശേഷം തന്നെ നമ്മൾ ചീഞ്ചട്ടിയിൽ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മസാല വന്നിട്ട് കറക്റ്റായിട്ട് അതിൽ കോട്ടിങ് ആയിട്ട് വരും. ചീഞ്ചട്ടിയിൽ മസാലയൊന്നും ഇല്ല. ചിലവർ ചില്ലി വറുക്കുമ്പോൾ ഏകദേശം മസാലയൊക്കെ ചീഞ്ചട്ടിയിലും നമുക്ക് കോരി എടുക്കുമ്പോൾ വെള്ള കളറായിട്ടാണ് കിട്ടുന്നത്. ഇത് കണ്ടോ, അടിപൊളി കളറായിട്ടാണ്. അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഞാൻ സാധാരണ നമ്മൾ ചില്ലി പൊരിക്കില്ലേ, അപ്പം മസാലയൊക്കെ ഇടാം. അതേപോലെ തന്നെ കോളിഫ്ലവർക്കും ഞാൻ ഇടുന്നത്. പക്ഷെ അതിൽ ചെറുനാരങ്ങ പിന്നെ തൈര് അങ്ങനത്തതൊന്നും ഞാൻ യൂസ് ചെയ്യില്ല കേട്ടോ. അപ്പം നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ടേ. അസ്സലാമു അലൈക്കും.